നമസ്കാരം, ഞാൻ ആതിര വിജിയാണ്. വെൽക്കം ടു മൈ ചാനൽ വിജി എഡ്യൂക്കേഷൻ. നമ്മൾ ഈ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നോക്കിയത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചാണ്. ആദ്യം തന്നെ അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ഡെഫിനിഷൻസും അതുപോലെ തന്നെ സെക്ഷൻസുമാണ് കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ നോക്കിയത്. ഇനി വരുന്ന ക്ലാസ്സുകളിലെല്ലാം തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ 2019 സംബന്ധിച്ചിട്ടുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻസും അതുപോലെ തന്നെ അതിൽ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന കേന്ദ്ര സംസ്ഥാന കമ്മീഷനുകളെ കുറിച്ചും നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കും. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അഥവാ CCPA കുറിച്ചാണ്. ഈ നിയമത്തിൽ തന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഈ CCPAയുടെ ചാപ്റ്റർ എന്ന് വെച്ചാൽ. അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ 1986 ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ നിയമം ആദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ നിയമത്തിൽ ഇല്ലാത്തതും എന്നാൽ പുതിയ നിയമത്തിൽ ഉൾക്കൊള്ളിച്ചതുമായ കാര്യമാണ് ഈ CCPA അഥവാ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഈ അതോറിറ്റിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് നോക്കുകയാണ്. ഇത് എങ്ങനെയാണ് നിയമനം, ഇതിനെങ്ങനെയാണ് അന്വേഷണം നടത്തുന്നതെന്നും അവരുടെ പ്രൊസീജിയേഴ്സും അവരുടെ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ എങ്ങനെയെന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ ചാപ്റ്റർ 3 ഓരോ ചാപ്റ്റർ ആയിട്ട് നമ്മൾ നോക്കും. ഏത് ചാപ്റ്ററിലാണ് ഇത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, അതിൽ വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അഥവാ CCPA. ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ആണ് ചാപ്റ്റർ 3. നിയമത്തിലാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്ന നിയമത്തിലെ ചാപ്റ്റർ 3 സെക്ഷൻ ഏത് മുതൽ ഏത് വരെ? സെക്ഷൻ 10 മുതൽ 27 വരെ. സെക്ഷൻ 10 മുതൽ 27 വരെയുള്ള സെക്ഷനുകളിലായിട്ടാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏത് ചാപ്റ്ററിലാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ ചാപ്റ്റർ 3 ചാപ്റ്റർ 3 സെക്ഷൻ 10 മുതൽ 27 വരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. ഇനി ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി രൂപീകരിച്ചത് എന്നാണ് ഇത് ഫോം ചെയ്തതെന്ന് ചോദിച്ചാൽ എന്തായാലും അറിയാം, നിയമം വന്നിട്ടാണ് ഇത് രൂപീകരിച്ചതെന്ന്. അപ്പോൾ 2020 ഇമ്പോർട്ടന്റ് ഡേറ്റ് ആണ് 2020 ജൂലൈ 24 CCPAയുടെ രൂപീകരണം. 2020 ജൂലൈ 24 CCPAയുടെ രൂപീകരണം. ഇനി നമ്മൾ ഈ ചാപ്റ്റർ 3 തന്നെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സെക്ഷൻസും അവരുടെ പ്രവർത്തന രീതികളാണ് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് വരുന്ന സെക്ഷനാണ് സെക്ഷൻ 10. എന്തായിരിക്കും സെക്ഷൻ 10 വരുന്നത്? ആദ്യമായിട്ട് തന്നെ ഈ CCPAയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 10 വരുന്നത്. എങ്ങനെയാണ് CCPA രൂപീകരിച്ചത്, അതിൽ എത്ര അംഗങ്ങളുണ്ട്, അതിന്റെ ആസ്ഥാനം എവിടെയാണ് എന്നെല്ലാം വരുന്ന സെക്ഷനാണ് സെക്ഷൻ 10 എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷൻ 10 പറയുന്നത് എന്താണ്? രൂപീകരണം. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി അഥവാ CCPA. ഈ CCPA രൂപീകരിക്കുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഒരു രാജ്യത്തെ നമ്മുടെ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആണ് CCPAയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ CCPA രൂപീകരിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ അത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. കൂടാതെ ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ സ്ഥാപക ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ആരാണ് രൂപീകരിക്കുന്നത്? സെൻട്രൽ ഗവൺമെന്റ്. അതുപോലെ തന്നെ ഒരു ചീഫ് കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും അടങ്ങിയ ഒരു സമിതി ആയിരിക്കും ഈ CCPA എന്ന് പറയുന്നത്. ഈ കമ്മീഷണർമാരെ എല്ലാം തന്നെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. രൂപീകരിക്കുന്നതും സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. ബാക്കി കമ്മീഷണറും ബാക്കിയുള്ളവരെല്ലാം നിയമിക്കുന്നതും ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ് ഈ CCPA അഥവാ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് ഓർത്തു വെക്കുക. ഇതിപ്പം സെക്ഷൻ 10 രൂപീകരണമാണ് പറയുന്നത്. സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇത് രൂപീകരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകിച്ച് ഓർമ്മിച്ചു വെക്കുക. ഈ സെക്ഷൻ 10 തന്നെയാണ് എത്രയാണ് ഇതിലെ അംഗങ്ങൾ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരു ചീഫ് കമ്മീഷണറും മറ്റു കമ്മീഷണർമാരും കൂടെ അടങ്ങിയ ഒരു സമിതിയാണ് CCPA എന്ന് പറയുന്നത്. അവരെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. ഇനി ന്യൂഡൽഹിയിലെ ക്വസ്റ്റ്യൻ എന്താണ്? അതിന്റെ ഏതാണ് ആസ്ഥാനം എന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. മറ്റു റീജിയണൽ ഓഫീസും, മെയിൻ ഓഫീസ് ഇരിക്കുന്നത് ന്യൂഡൽഹിയിലാണെങ്കിലും മറ്റു റീജിയണൽ ഓഫീസും പല സ്ഥലങ്ങളിലായിട്ട് ഈ CCPAക്ക് ഉണ്ടെന്ന കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൻ 11. സെക്ഷൻ 11 എന്താണ്? യോഗ്യതകളെയും കാലാവധികളെയും കുറിച്ചുള്ള സെക്ഷനാണ് സെക്ഷൻ 11. ആരുടെ യോഗ്യതയായിരിക്കും? ഈ CCPAയിലെ ചീഫ് കമ്മീഷണർമാരെയും കമ്മീഷണർമാരുടെയും ശമ്പളം, കാലാവധി, രാജി, യോഗ്യത ഇവയെല്ലാം തന്നെ തീരുമാനിക്കുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അങ്ങനെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 11. എന്താണ്? അവരുടെ യോഗ്യത, കാലാവധി, ശമ്പളം, മറ്റ് ആനുകൂല്യങ്ങൾ, രാജി ഇവയെല്ലാം തീരുമാനിക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. ഇവിടെയും അതെല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 11. ഇനി നെക്സ്റ്റ് നോക്കുന്നത് സെക്ഷൻ 15.
എന്താണ് സെക്ഷൻ 15? ഈ സെക്ഷൻ 15 എന്തെന്ന് വെച്ചാൽ ഈ സ്വന്തം നിലയിൽ CCPAക്ക് സ്വന്തം നിലയിൽ വേണമെങ്കിൽ അന്വേഷണം നടത്താൻ പറ്റും. അതായത് മറ്റ് ഏജൻസി കൂടാതെ എന്തെങ്കിലും പരാതി നേരിട്ട് CCPAക്ക് ലഭിച്ചാൽ CCPAക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തം നിലയിൽ ഒരു അന്വേഷണം നടത്താൻ പറ്റും. അങ്ങനെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 15. അപ്പൊ സ്വന്തം നിലയിൽ അന്വേഷണം നടത്താമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 15. അതിനുവേണ്ടി ഒരു അന്വേഷണ കമ്മിറ്റി ഇവർ നിയോഗിക്കും. ഒരു പരാതി കിട്ടി, ആ പരാതിയിൽ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി ഒരു അന്വേഷണ കമ്മിറ്റിയെ ഈ CCPA സ്വന്തമായിട്ട് തന്നെ നിയമിക്കുകയും ആ അതോറിറ്റിയുടെ, ആ അന്വേഷണ കമ്മിറ്റിയുടെ തലവൻ ആരായിരിക്കും? ഡയറക്ടർ ജനറലും ആയിരിക്കും. അതായത് ആ കമ്മിറ്റിയുടെ തലവൻ എന്നറിയപ്പെടുന്ന പേരാണ് ഡയറക്ടർ ജനറൽ. ഡയറക്ടർ ജനറൽ തലവനായിരിക്കുന്ന കമ്മിറ്റിയാണ് പ്രാഥമികമായിട്ടുള്ള ഒരു പരാതി കിട്ടിയ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുന്ന കമ്മിറ്റിയുടെ തലവനാണ് ഈ ഡയറക്ടർ ജനറൽ എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 15. സ്വന്തം നിലയിൽ അന്വേഷണം നടത്താന്നല്ലേ നേരത്തെ പറഞ്ഞത്. ഈ സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുമ്പോൾ ഒരു അന്വേഷണ സമിതി വേണം. ഈ അന്വേഷണ സമിതിയെ നിയമിക്കുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെന്റ് ആണ്. അതായത് സ്വന്തം നിലയിൽ അന്വേഷണം നടത്താൻ CCPAക്ക് ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഒരു അന്വേഷണ സമിതിയെ രൂപീകരിക്കും. ആ അന്വേഷണ സമിതിയെ രൂപീകരിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ്. ഇത് കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ മൊത്തത്തിൽ CCPA എന്നെ രൂപീകരിച്ചതും അവയിലെ അംഗങ്ങളെല്ലാം നിയമിക്കുന്നതും. അതുകൊണ്ട് തന്നെ സ്വന്തം നിലയിൽ ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കുമ്പോഴും അതിന്റെ രൂപീകരണം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്നാണ് ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്. അപ്പൊ സ്വന്തം നിലയിൽ അന്വേഷണം നടത്താം. ഡയറക്ടർ ജനറലാണ് ഈ അന്വേഷണ കമ്മിറ്റിയുടെ എന്ന് പറയുന്നത്. പിന്നെ ഈ റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കണം? അന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ട് ആരാണ് നിയമിച്ചത്? CCPA സ്വന്തമായിട്ടല്ലേ നിയമിച്ചത് അന്വേഷണം നടത്തുന്നത്. അപ്പൊ CCPAക്ക് തന്നെ ആ അന്വേഷണ കമ്മിറ്റി നേരിട്ട് കൊണ്ടുവന്ന് റിപ്പോർട്ട് കൊടുക്കണം. അപ്പം അന്വേഷണ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് CCPAക്ക് ആണെന്ന കാര്യം കൂടെ ഓർത്തു വെക്കുക. അപ്പൊ സെക്ഷൻ 15 ഏതൊക്കെയാണ് പറഞ്ഞത്? സ്വന്തം നിലയിൽ അന്വേഷണം നടത്താം, അതിനുവേണ്ടി ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിക്കും. ആ അന്വേഷണ കമ്മിറ്റിയുടെ തലവനാണ് ഡയറക്ടർ ജനറൽ. ഇനി ഇവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നതെല്ലാം തന്നെ കേന്ദ്ര ഗവൺമെന്റ് ആണ്. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? CCPAക്ക് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഇനി അടുത്ത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 16. അത് ജില്ലാ കളക്ടറുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയാണ് ജില്ലാ കളക്ടറുമായിട്ട് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞു നേരിട്ട് CCPAക്ക് വേണമെങ്കിൽ അന്വേഷണം നടത്താം. അതുപോലെ തന്നെ ചില പരാതികൾ ആരുടെ മുൻപിലെത്തും? ജില്ലാ കളക്ടറുടെ മുൻപിലെത്തും. അങ്ങനെ എത്തുന്ന പരാതികളും ആർക്ക് പരിശോധിക്കാൻ പറ്റും? ജില്ലാ കളക്ടർക്ക് പരിശോധിക്കാം. അതായത് ജില്ലാ കളക്ടർക്ക് നേരിട്ട് പരിശോധിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഏതിലുണ്ട്? ഈ നിയമത്തിൽ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ജില്ലാ കളക്ടർക്ക് നേരിട്ട് ലഭിക്കുന്ന പരാതിയിന്മേലോ, അല്ലെങ്കിൽ CCPA പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി പറഞ്ഞിട്ടോ, എങ്ങനെയായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ജില്ലാ കളക്ടർക്ക് പരാതിയിൽ അന്വേഷണം നടത്താൻ സാധിക്കും. ഇതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഒന്നെങ്കിൽ റീജിയണൽ ഓഫീസ് കമ്മീഷണർക്ക് അല്ലെങ്കിൽ CCPAക്ക് ആയിരിക്കണം എന്നോ കാര്യം കൂടെ ഓർത്തു വയ്ക്കും. ഇനി അടുത്ത് നോക്കുന്നത് സെക്ഷൻ 17 ആണ്. സെക്ഷൻ 17 എന്താണ് പറയുന്നത്? എങ്ങനെയാണ് പരാതി സമർപ്പിക്കേണ്ടത്, ആർക്കാണ് പരാതി സമർപ്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഒന്നെങ്കിൽ പരാതി രേഖാമൂലമോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ സമർപ്പിക്കാവുന്നതാണ്. ഒന്നെങ്കിൽ പരാതി രേഖാമൂലം അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പരാതി സമർപ്പിക്കാം. ആർക്ക് പരാതി സമർപ്പിക്കാം? നേരിട്ട് നമുക്ക് ജില്ലാ കളക്ടർക്ക് പരാതി സമർപ്പിക്കാം, അല്ലെങ്കിൽ CCPAക്ക് സമർപ്പിക്കാം, അല്ലെങ്കിൽ ആർക്ക് സമർപ്പിക്കാം? റീജിയണൽ ഓഫീസ് കമ്മീഷണർക്കും സമർപ്പിക്കാം. ആർക്കൊക്കെയാണ് സമർപ്പിക്കേണ്ടത്? ജില്ലാ കളക്ടർ അല്ലെങ്കിൽ CCPA, അതും അല്ലെങ്കിൽ ആർക്കാണ്? റീജിയണൽ ഓഫീസ് കമ്മീഷണർക്കാണ് പരാതി സമർപ്പിക്കാനുള്ളതെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 17. അപ്പൊ സെക്ഷൻ 17 എന്തെന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് പരാതി സമർപ്പിക്കേണ്ടത്? ഒന്നെങ്കിൽ രേഖാമൂലം നേരിട്ട് പരാതി സമർപ്പിക്കണം, അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ട് പരാതി സമർപ്പിക്കാനുള്ള ഒരു ഓപ്ഷനും ഇതിൽ നൽകിയിട്ടുണ്ട്. ഒന്നെങ്കിൽ ജില്ലാ കളക്ടർ അല്ലെങ്കിൽ CCPA, അതും അല്ലെങ്കിൽ റീജിയണൽ ഓഫീസ് കമ്മീഷണർക്കും ഈ പരാതി നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെ ലഭിക്കുന്ന പരാതികളിൽ അന്വേഷണം നടത്തുന്ന സെക്ഷൻസ് ആണ് മുന്നേ പറഞ്ഞത്. ഒന്ന് ജില്ലാ കളക്ടർക്ക് ലഭിക്കുന്നതാണെങ്കിൽ അത് 16ഉം, എന്നാൽ സ്വന്തം നിലയിൽ അന്വേഷണം CCPAക്ക് കിട്ടുമ്പോൾ അത് സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുന്ന സെക്ഷൻ ആണെങ്കിൽ അത് സെക്ഷൻ 15ഉമാണ്. ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സെക്ഷനാണ് സെക്ഷൻ 18. എന്താണ് സെക്ഷൻ 18 എന്ന് ചോദിച്ചാൽ CCPAയുടെ തന്നെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും അടങ്ങിയിരിക്കുന്ന സെക്ഷൻ ഏതെന്ന് വെച്ചാൽ അത് സെക്ഷൻ 18 ആണ്. അപ്പൊ ഏതാണ് സെക്ഷൻ 18ലാണ് CCPAയുടെ അധികാര ഉത്തരവാദിത്തങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നത്. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം നടപ്പിലാക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? CCPAക്കാണ്.
ഈ നിയമം കറക്റ്റ് ആയിട്ടാണോ നടപ്പിലാവുന്നത്, അതായത് ഇന്ത്യയിലെമ്പാടും ഈ നിയമം നടപ്പിലാവുന്നുണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം CCPAക്കാണ്. അതുപോലെ തന്നെ ഈ ഉപഭോക്തൃ അവബോധം പൊതുജനങ്ങൾക്ക് നൽകേണ്ടതും ആരാണ്? CCPA ആണ്. അതായത് നിരവധിയായ പരസ്യങ്ങൾ, ഗവൺമെന്റ് പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലുള്ള പരസ്യങ്ങളിലൂടെയും മറ്റുള്ള വഴികളിലൂടെയും പൊതുജനങ്ങൾക്കാവട്ടെ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ്, നിർമ്മാതാക്കൾക്കാവട്ടെ ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഇതേപോലെയാണ് അവകാശങ്ങളുള്ളത്, ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കുമ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള വ്യാജ സാധനങ്ങൾ ഉൾപ്പെടുത്തലെന്നെല്ലാം ഉള്ള ഒരു അവബോധം പറയുന്നത് ആരാണ്? ഈ CCPA ആണ്. അത് പ്രാഥമിക ഉത്തരവാദിത്വത്തിൽ വരുന്നതാണ്. അപ്പൊ ആദ്യം പറഞ്ഞ ഉത്തരവാദിത്വം എന്താണ്? ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം നേരായ രീതിയിലാണോ നടപ്പിലാക്കുന്നത് എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം CCPAക്കാണ്. രണ്ടാമതായിട്ട് പറയുന്നത് എന്താണ്? ഉപഭോക്തൃ അവബോധം വളർത്താനുള്ള ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണുള്ളത്? CCPAക്ക് തന്നെയാണ്. കൂടാതെ വ്യാജമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാം നിർമ്മിച്ചിട്ട് അത് കമ്പോളത്തിൽ വിറ്റഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും ആർക്ക് സാധിക്കും? ഈ CCPAക്ക് സാധിക്കും. എന്താണ്? വ്യാജ ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അത് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം CCPAക്കുണ്ട്. ഇനി വ്യാജ ഗ്യാരണ്ടി പരസ്യങ്ങൾ അല്ലെങ്കിൽ വ്യാജമായ പരസ്യങ്ങൾ മൂലം ഉപഭോക്താക്കൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ടോ, അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരസ്യങ്ങൾ കണ്ടെത്തി അവയെ നിരോധിക്കാനും ആ പരസ്യങ്ങളിലൂടെ നമുക്ക് കൺവേ ചെയ്യുന്ന റോങ് ആയിട്ടുള്ള ആശയങ്ങളെല്ലാം നിരോധിച്ച് ആ പരസ്യത്തിൽ തന്നെ ബാൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? ഈ CCPAക്കാണ് ഉള്ളത് എന്ന കാര്യം ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇതിനാവശ്യമായ ഉപഭോക്തൃ സംരക്ഷണ നിയമം നടപ്പിലാക്കുന്നതിനാവശ്യമായ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്ക് ശുപാർശ ചെയ്യുവാനും ആർക്ക് സാധിക്കും? ഈ CCPAക്ക് സാധിക്കും. കൂടാതെ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് ഇതിനു വേണ്ടി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതും ആര് തന്നെയാണ്? CCPA തന്നെയാണ്. അത് മൊത്തത്തിലുള്ള ഒരു കാര്യം. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നടപ്പിലാക്കുന്നതിനാവശ്യമായ ശുപാർശകളെല്ലാം നൽകുവാൻ സാധിക്കുന്ന ഒരു കമ്മീഷൻ അല്ലെങ്കിൽ അത് അതോറിറ്റി കൂടിയാണ് ഈ CCPA എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൻ 18 എന്താണ് പറയുന്നത്? ഇതിന്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 18. ഇനി അടുത്ത് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 19. സെക്ഷൻ 19 എന്താണ് പറയുന്നത്? പ്രാഥമിക അന്വേഷണം നടത്തുവാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 19. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സെക്ഷൻ 19 എന്താണ്? പ്രാഥമിക അന്വേഷണം. നേരത്തെ പറഞ്ഞു, ഒന്നെങ്കിൽ ഒരു കളക്ടർക്കായിരിക്കും ലഭിക്കുന്നത്, ജില്ലാ കളക്ടർക്കായിരിക്കും ലഭിക്കുന്നത്, അല്ലെങ്കിൽ CCPAയുടെ അതോറിറ്റിക്കായിരിക്കും ലഭിക്കുന്നത്, അല്ലെങ്കിൽ ആർക്കാണ് ലഭിക്കുന്നത്? റീജിയണൽ ഓഫീസ് കമ്മീഷണർക്കായിരിക്കും ലഭിക്കുന്നത്. അതിൽ ഈ പറയുന്ന സെക്ഷൻ ഏതെന്ന് ചോദിച്ചാൽ CCPAക്ക് നേരിട്ട് ലഭിക്കുന്ന പരാതിയാണെങ്കിൽ എന്താണ്? CCPAക്ക് നേരിട്ട് ലഭിക്കുന്ന പരാതിയാണെങ്കിൽ ഒന്നുകിൽ CCPA അത് എങ്ങോട്ട് ഫോർവേഡ് ചെയ്യും? ജില്ലാ കളക്ടർക്ക് ഫോർവേഡ് ചെയ്യും, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അന്വേഷണം നടത്തും, അല്ലെങ്കിൽ ആർക്ക് ഫോർവേഡ് ചെയ്യും? റീജിയണൽ ഓഫീസ് കമ്മീഷണർക്ക് ഫോർവേഡ് ചെയ്യും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 19. അപ്പൊ എന്താണ്? പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ആർക്ക് നടത്താം? CCPAക്ക് നടത്താം. അതായത് നേരിട്ട് പരാതി ലഭിക്കുമ്പോൾ മൊത്തത്തിലുള്ള ഒരു പ്രാഥമികം അത് ഉള്ളതാണോ എന്നറിയാനുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള അവകാശം ആർക്കുണ്ട്? CCPAക്കുണ്ട്. വേണമെങ്കിൽ ആ CCPAക്ക് ആ പരാതി ആർക്ക് ഫോർവേഡ് ചെയ്യാം? അതായത് ജില്ലാ കളക്ടർക്ക് അല്ലെങ്കിൽ റീജിയണൽ ഓഫീസ് കമ്മീഷണർക്കും ഫോർവേഡ് ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ടെന്ന് പറയുന്നു? ഈ CCPAക്ക് ഉണ്ടെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 19. ഇനി അടുത്ത് വരുന്നത് സെക്ഷൻ 21. ഈ സെക്ഷൻ 21ഉം സെക്ഷൻ 20ഉം ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ ഒരു ഉൽപ്പന്നം, ഞാൻ ഇതിൽ സെക്ഷൻ 21 മാത്രമേ എഴുതിയിട്ടുള്ളൂ, സെക്ഷൻ 20ഉം കൂടെ ചേർത്ത് പഠിക്കുക. സെക്ഷൻ 21 ആണെങ്കിൽ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, സെക്ഷൻ 20 ആണെങ്കിൽ അത് ഉൽപ്പന്നവുമായി അല്ലെങ്കിൽ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്? ഒരു പ്രോഡക്റ്റ് അത് വ്യാജമാണ്, അതെന്താണ്? കബളിപ്പിക്കുകയാണ്, കമ്പോളത്തിൽ വന്നിട്ട് അത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് എന്ന് ഈ CCPAക്ക് ബോധ്യപ്പെട്ടാൽ ആ പ്രോഡക്റ്റിനെ കമ്പോളത്തിൽ നിന്നും തിരിച്ചു വിളിക്കുന്നതിനും തക്കതായ നഷ്ടപരിഹാരം ഉപഭോക്താവിന് നൽകാൻ സാധിക്കും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 20. അത് പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താണ്? പ്രോഡക്റ്റ് ചിലപ്പോൾ അത് വ്യാജമാണെങ്കിൽ അങ്ങനെയുള്ള പ്രോഡക്റ്റുകളെ കമ്പോളത്തിൽ നിന്ന് തിരികെ വിളിച്ച് മതിയായ പരിഹാരം നൽകുന്നതിനുള്ള സെക്ഷൻ കൂടിയാണ് സെക്ഷൻ 20. എന്നാൽ സെക്ഷൻ 21 പറയുന്ന എന്താണെന്ന് ചോദിച്ചാൽ അത് പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്. എന്താണ്? ഓരോ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ നിരവധിയായ രീതിയിലാണ് നമ്മളെ ദിവസങ്ങളോളം കടന്നു പോകുന്നത്. ഈ പരസ്യങ്ങളെല്ലാം തന്നെ ചിലപ്പോൾ വ്യാജമായിരിക്കാം, ചിലപ്പോൾ സത്യമായിരിക്കാം. അതിലുള്ള പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടടങ്ങിയ സെക്ഷനാണ് സെക്ഷൻ 21. ഈ ഉൽപ്പന്ന പരസ്യങ്ങളിൽ അഭിനയിക്കുന്ന ഓരോ വ്യക്തികളും ആ ഉൽപ്പന്നവുമായി കടപ്പെട്ടിരിക്കും. അതായത് ഒരു ഉൽപ്പന്ന പരസ്യത്തിൽ, ഒരു പ്രോഡക്റ്റിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്ന ഏതെങ്കിലും ഒരു ചലച്ചിത്ര താരം ഉണ്ടായിരിക്കുമല്ലോ, ആ പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ട് അതിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ അത് ആരെയും കൂടെ ബാധിക്കും?
ആ പരസ്യത്തിൽ അഭിനയിക്കുന്ന ആ വ്യക്തിയും കൂടെ ബാധിക്കും. കാരണം അയാളും കൂടെ ഗ്യാരണ്ടി ചെയ്തിട്ടാണ്, പരസ്യത്തിലൂടെ അങ്ങനെ പറഞ്ഞിട്ടാണ് ഓരോ വ്യക്തികളും പോയി വാങ്ങുന്നത്. അതേപോലെയുള്ള ഉൽപ്പന്ന പരസ്യങ്ങൾ ചെയ്യുന്നത് ആരെ ബാധിക്കുന്നുണ്ട്, അതാത് വ്യക്തികളും കൂടെ അതിന് കടപ്പെട്ടിരിക്കും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21. അങ്ങനെയുള്ള വ്യാജമായ ഉൽപ്പന്ന പരസ്യങ്ങൾ പിടിക്കപ്പെടുകയാണെങ്കിൽ ഒന്നെങ്കിൽ 1 വർഷം തടവ്, അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ആവർത്തിക്കപ്പെട്ടാൽ അത് 3 വർഷം വരെ ആവുകയും, അതുപോലെ തന്നെ ആദ്യമായി ഒരു 10 ലക്ഷം രൂപയാണ് പിഴ കിട്ടുന്നത്, ആവർത്തിക്കുകയാണെങ്കിൽ അത് 50 ലക്ഷം രൂപ വരെ പിഴ കിട്ടാനും ചാൻസ് ഉണ്ട്. എന്താണ്? ഒന്നെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 3 വർഷം, റിപ്പീറ്റ് ആവുകയാണെങ്കിൽ 3 വർഷം. ഇനി 10 ലക്ഷമാണ് ആദ്യമായിട്ടുള്ള പിഴ, അത് റിപ്പീറ്റ് അടിച്ചാൽ അത് 50 ലക്ഷം വരെ പിഴയും കിട്ടുമെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21. ഇനി ഇത് പ്രചരിപ്പിച്ചാൽ, അല്ലാതെ നമ്മളിപ്പോ പറഞ്ഞിട്ട് ഇത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തിക്കും 10 ലക്ഷം രൂപയാണ് പിഴ ലഭിക്കുന്നത് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21. ഇനി പറയാൻ പോകുന്നത് സെക്ഷൻ 26ഉം 27ഉമാണ്. എന്താണ് സെക്ഷൻ 26 എന്ന് ചോദിച്ചാൽ, ഈ CCBയുമായി ബന്ധപ്പെട്ടുള്ള ഓഡിറ്റ് എല്ലാം നടത്തുന്നത് ആരുടെ കീഴിലായിരിക്കും? കൺട്രോളിംഗ് ആൻഡ് ഓഡിറ്റർ ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കീഴിലായിരിക്കും CCPAയുടെ ഓഡിറ്റ് എല്ലാം നടത്തുന്നത്. ഒരു വാർഷിക റിപ്പോർട്ടുകളെല്ലാം തയ്യാറാക്കും. അതായത് കണക്കുകളെല്ലാം ആരുടെ കീഴിലായിരിക്കും ഓഡിറ്റ് നടത്തേണ്ടത്? CAGയുടെ കീഴിലായിരിക്കും എന്ന് പറയുന്നത് സെക്ഷൻ 26ഉം. ഇനി സെക്ഷൻ 27 എന്ന് വെച്ചാൽ CCPAയുടെ മുഴുവൻ റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കണം? വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റിനായിരിക്കണം. ആർക്കാണ് ഇത് സമർപ്പിക്കാനുള്ളതെന്ന് ചോദിച്ചാൽ അത് കേന്ദ്ര ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റിനായിരിക്കണം ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 27. അപ്പോൾ സെക്ഷൻ 26 ഓഡിറ്റിനെ കുറിച്ചും സെക്ഷൻ 27 ആണെങ്കിൽ അത് റിപ്പോർട്ടിനെ കുറിച്ചുമാണ്. റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? സെൻട്രൽ ഗവൺമെന്റിനായിരിക്കണം റിപ്പോർട്ട് സമർപ്പിക്കാനുള്ളതെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 27. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്, അടുത്ത് ഇതുമായിട്ട് വരുന്ന സെക്ഷൻ അല്ല, സെക്ഷൻ 89 ആണ്. പക്ഷെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ് സെക്ഷൻ 89. സെക്ഷൻ 89 എന്താണെന്ന് വെച്ചാൽ, നിർമ്മാതാവിനും സേവനദാതാവിനും തെറ്റായ പരസ്യങ്ങൾ നൽകിയാൽ അവർക്കെതിരെ അവർക്കുള്ള തടവ് ശിക്ഷ, പിഴ ശിക്ഷ എത്രയാണെന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 89. എന്താണ് സെക്ഷൻ 89? ഒന്നെങ്കിൽ നിർമ്മാതാവട്ടെ അല്ലെങ്കിൽ സേവനദാതാവട്ടെ അവർ തെറ്റായ പരസ്യങ്ങളാണ് നൽകുന്നതെങ്കിൽ, തെറ്റായ പ്രോഡക്റ്റുകളാണ് കമ്പോളത്തിൽ വിറ്റഴിക്കുന്നതെങ്കിൽ അവർക്കുള്ള ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നെങ്കിൽ 2 വർഷം അല്ലെങ്കിൽ 10 ലക്ഷം രൂപ പിഴ. എന്താണ്? 2 വർഷം 10 ലക്ഷം രൂപ പിഴ. അതല്ലെങ്കിൽ ആ കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ 5 വർഷം അല്ലെങ്കിൽ 50 ലക്ഷം പിഴ. എന്താണ്? 5 വർഷം തടവും 50 ലക്ഷം രൂപ പിഴയുമാണ് ഈ പരസ്യം, തെറ്റായ പരസ്യം നൽകുകയാണെങ്കിൽ നിർമ്മാതാവ് അല്ലെങ്കിൽ സേവനദാതാവിന് ലഭിക്കുക. നെക്സ്റ്റ് വരുന്നത് സെക്ഷൻ 88 ആണ്. എന്താണ് സെക്ഷൻ 88 എന്ന് ചോദിച്ചാൽ, അത് സെക്ഷൻ നേരത്തെ പറഞ്ഞില്ലേ, സെക്ഷൻ 20, 21, ആ സെക്ഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് സെക്ഷൻ 88. എന്താണ്? സെക്ഷൻ 20 പറഞ്ഞത് ഒരു തെറ്റായ പ്രോഡക്റ്റ് ആണ്, ഉൽപ്പന്നമാണ് വരുന്നെങ്കിൽ ആ ഉൽപ്പന്നത്തെ തിരികെ വിളിക്കാനുള്ള ഉത്തരവാദിത്തം CCPAക്ക് ഉണ്ടായിരിക്കും എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 20. എന്നാൽ സെക്ഷൻ 21 എന്താണ്? തെറ്റായ പരസ്യങ്ങൾ നടത്തിയാൽ അതിനുള്ള ശിക്ഷ പറയുന്നതാണ് സെക്ഷൻ 21. ഈ 2 സെക്ഷനും എന്താണ്? പാലിക്കപ്പെട്ടിട്ടില്ല എങ്കിലുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നതാണ് ഈ 88. അത് എന്താണ് ശിക്ഷ ലഭിക്കുന്നത്? 6 മാസം തടവ് അല്ലെങ്കിൽ 20 ലക്ഷം രൂപ പിഴ, അത് ഏതെങ്കിലും ഒന്ന് കിട്ടും. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. എന്താണ്? 6 മാസം തടവും 20 ലക്ഷം രൂപ പിഴയും ഒന്നിച്ചും കൂടെ അനുഭവിക്കേണ്ടി വരും ഈ സെക്ഷൻ 20ഉം 21ഉം ആവർത്തിക്കാതിരുന്നാൽ എന്നാണ് ഈ സെക്ഷൻ 88 പറയുന്നത്. ഇതാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് സെക്ഷൻസ്. ഇത് ചാപ്റ്റർ 3-ലാണുള്ളത്. സെക്ഷൻ 10 മുതൽ 27 വരെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. പിന്നെ ഓരോ സെക്ഷനായിട്ട് നമ്മൾ നോക്കി. അവസാനം വന്നിട്ട് സെക്ഷൻ 88 അവരുടെ തടവ് ശിക്ഷ എത്രയാണെന്നൊക്കെ പറഞ്ഞു. പരസ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണുള്ളത്. പിന്നെ അതുപോലെ തന്നെ സെക്ഷൻ 18 ഇത് ഇമ്പോർട്ടന്റ് ആണ്. സെക്ഷൻ 18 ഇവരുടെ അധികാരങ്ങളും ഉത്തരവാദിത്വങ്ങളും എല്ലാം അടങ്ങിയിരിക്കുന്നത് സെക്ഷൻ 18 പറയുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിലാണെങ്കിൽ ഇതിനായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സാണ് നമ്മൾക്ക് അടുത്ത് വരുന്ന ചാപ്റ്റേഴ്സ് ആയ ചാപ്റ്റർ 4ഉം ചാപ്റ്റർ 5ഉം ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇനി നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിൽ നോക്കും. എല്ലാവരും കണ്ടിന്യൂ ചെയ്ത് കാണുക. ഇതിന് മുന്നത്തെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ആ ക്ലാസ് നമ്മൾ വീഡിയോയിൽ ഉണ്ടായിരിക്കും. ചാനലിൽ പോയി എല്ലാവരും ആ ക്ലാസ് കാണുക. ആ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് കണ്ടാൽ മാത്രമേ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ടോപ്പിക് ഫുൾ ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഈ ക്ലാസ് കാണുക.